ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നാഗ വഴിപാടുകളും അതിൻ്റെ ഫലസിദ്ധികളുമാണ്. ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ് സർപ്പക്കാവ്. അപ്പോൾ അതിൽ നമുക്ക് എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ എല്ലാം ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളരി അല്ലെങ്കിൽ ആയില്യ പൂജ, നൂറും പാലും, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് വെള്ളരി, ആയില്യ പൂജ, നൂറും പാലും കഴിക്കുന്ന വഴി ഒരു ഭക്തന് ലഭിക്കുന്നത്. ഇനി പട്ട്, ധാന്യം, ദിവ്യാഭരണങ്ങൾ ഇതൊക്കെയാണ് നൽകുന്നതെങ്കിൽ വിദ്യയ്ക്കും സൽകീർത്തിക്കും ഇടയാവും. ഉപ്പാണ് നമ്മൾ വഴിപാടായിട്ട് നൽകുന്നതെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ് ഉപ്പ് വഴിപാടായിട്ട് നേരേണ്ടത്. നല്ലതുപോലെ സുഖം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് വഴിപാടായിട്ട് നൽകാവുന്നതാണ്. മഞ്ഞളാണെങ്കിൽ വിഷനാശത്തിനാണ്. ചേനയാണ് നൽകാനായിട്ട് പോകുന്നതെങ്കിൽ ത്വക്ക് രോഗശമനത്തിന്, ത്വക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ വരിക, ചൊറിച്ചിലുകൾ വരിക, ഇതൊക്കെയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ചേന വഴിപാടായിട്ട് കൊടുക്കാവുന്നതാണ്. കുരുമുളക്, കടുക്, ചെറുപയർ തുടങ്ങിയവയൊക്കെയാണെങ്കിൽ ഏത് രോഗത്തിനും ശമനം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ 3 വസ്തുക്കൾ. ഇനി നെയ്യാണ് എങ്കിൽ ദീർഘായുസിന് വേണ്ടിയിട്ട് ആണ് നെയ്വിളക്ക് കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത്. ഇനി വെള്ളി, സ്വർണം എന്നിവയിൽ നിർമ്മിച്ച സർപ്പ രൂപത്തെയാണ് സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ മുട്ട എന്നീ രൂപങ്ങളാണ് സമർപ്പിക്കുന്നതെങ്കിൽ സർവ്വദോഷ, അതായത് സർപ്പത്തിൻ്റെ ദോഷപരിഹാരത്തിനായിട്ട് ഉപകരിക്കും. ഇനി പാല്, കദളിപ്പഴം, നെയ്പായസം ഒക്കെയാണ് നൽകുന്നതെങ്കിൽ ഇഷ്ടകാര്യസിദ്ധി, എന്താണോ മനസ്സിൽ അതിയായിട്ട് ആഗ്രഹിക്കുന്നത്, എന്താണോ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാര്യത്തിന് സാധിക്കാൻ വേണ്ടിയിട്ട് വഴിപാടായിട്ട് പാല്, കദളിപ്പഴം, നെയ്പായസം ഇവയൊക്കെ നൽകാവുന്നതാണ്. ഇനി നൂറും പാലും അല്ലെങ്കിൽ സർപ്പബലി, ആയില്യ പൂജ, ഉരുളി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ സന്താന ലാഭത്തിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. പായസഹോമം, പാലും പഴവും, അപ്പം, അവിൽ, കരിക്ക് മുതലായവയാണെങ്കിൽ സർപ്പഹിംസാദി ദോഷത്തിനായിട്ട്, അതായത് മറ്റുള്ള എല്ലാ ദോഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവ വഴിപാടായിട്ട് നൽകുന്നത്. അപ്പോൾ പാമ്പങ്കാവ് വീട്ടിലുള്ളവരും അല്ലെങ്കിൽ പാമ്പങ്കാവിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള വഴിപാടുകളാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വ്യൂ വ്ലോഗ് തൃശ്ശൂർ.